ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ജീവിതത്തിലെ വലിയൊരു നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6 മാസമായിട്ട് ഞാൻ നിങ്ങളിൽ നിന്നും ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സംഭവം ഇന്ന് ഞാൻ റിവീൽ ചെയ്യാനും വേണ്ടിയിട്ട് പോവാണ്. അതെന്തുകൊണ്ടാണ് ഒളിപ്പിച്ചത്, ഞാൻ അങ്ങനെ ഒരു എൻ്റെ ജീവിതം ശരിക്കും തല കീഴായിട്ട് മറിയാൻ പോകുന്ന ഒരു സംഭവമാണ് എൻ്റെ ലൈഫിൽ ഈ 6 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതെന്ന് വേണം പറയാൻ. ഒരുപാട് നീട്ടി വലിക്കുന്നൊന്നുമില്ല. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തു പോകുന്നവരായിരിക്കും മിക്ക ആൾക്കാരും. എൻ്റെ ലൈഫിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചത് ലാസ്റ്റ് ഒരു വർഷത്തിൽ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ജീവിതം നല്ല നിലയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ രക്ഷപ്പെട്ടു എന്നൊന്നും പറയാനായിട്ട് പറ്റൂല. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ലോണായിരുന്നു. ആഗ്രഹിച്ച് നമ്മൾ എടുത്തൊരു വീടായിരുന്നു, വാങ്ങിയൊരു വീടായിരുന്നു. പക്ഷെ ലോണിൻ്റെ ആവശ്യമൊന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഇതിൽ പോയി പെട്ടിട്ട് ഞങ്ങൾക്ക് ഷോപ്പുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും പിന്നെ എൻ്റെ കുറച്ച് വരുമാനവും ഒക്കെ വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ലോൺ എടുത്തതോടുകൂടി മാസം 60,000 രൂപയോളം എൻ്റെ ലോണിലേക്ക് അടവ് മാത്രം പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞ സമയത്ത് എനിക്കോ അല്ലെങ്കിൽ മക്കൾക്കോ നല്ല എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം വാങ്ങാനാണെങ്കിൽ പോലും വല്ലാതെ പ്രയാസപ്പെട്ടിരുന്ന ഒരുപാട് ആ സിറ്റുവേഷനൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നും കുറേ ഏണിങ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ മരിക്കോളം ഞാനിങ്ങനെ കടന്ന് എല്ലാ സ്ത്രീകളെയും പോലെ നോർമലായിട്ടൊന്ന് ജീവിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അതെന്താ അങ്ങനെ, നീ എന്താ എല്ലാ സ്ത്രീകളെയും പോലെ അല്ലേ എന്ന് ചോദിക്കാം. അതായത് ഈ ജോലിക്ക് പോണവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് വീട്ടിലത്തെ പണികളും ജോലിക്ക് പോയിട്ടും ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രയാസം എന്ന് പറയുന്നത്. വീട്ടിൽ മാത്രം ഇരിക്കുന്നവരോട്, വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രയാസം. അപ്പോൾ ഈ രണ്ടും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട്, പക്ഷെ അതിൻ്റെ തന്നെ അഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ ഒരു നോർമൽ ലൈഫ് അല്ലാതെ ഒരു അബ്നോർമൽ ലൈഫിലൂടെയാണ് ഞാൻ ഇത്രയും കാലം കടന്നു പോയിട്ടുണ്ടായത്. കാരണം ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഉറക്കമോ അല്ലെങ്കിൽ ഭക്ഷണമോ പോലും പല സമയത്തും എനിക്ക് ത്യജിക്കേണ്ടി വന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നും, എനിക്കും എല്ലാവരെയും പോലെ ഒരു ദിവസം ഒന്ന് നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ജീവിക്കാൻ പറ്റൂലേ അങ്ങനെയെന്നൊക്കെ. പക്ഷെ എനിക്ക് 5 മക്കളാണ്. അപ്പോൾ 5ാമത്തെ മോൾക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 വയസ്സാകാൻ മോളുള്ളൂ. അപ്പോൾ അവൾക്ക് നല്ലൊരു എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് പിന്നീടുള്ള അവളുടെ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയും ഒരു 20 വർഷം 22 വർഷങ്ങളോളം കഴിയും. ഇപ്പോൾ എനിക്ക് 35 വയസ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ കണക്കാക്കി നോക്കി 45, 55, 60 വയസ്സ് വരെയും നമ്മളിങ്ങനെ ഓടി നടക്കണോ പഠിച്ചോനെ, അങ്ങനെ കുറേ ആദികൾ എന്നിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലോൺ ആണെങ്കിൽ അടിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്തടത്തോളം 20 വർഷത്തോളമാണ് ലോണിൻ്റെ ഒരു ഇത് പോകുന്നത്. അടച്ചിട്ട് പോലും വീണ്ടും കൂടി വന്നു മൊറട്ടോറിയം സമയത്തും അങ്ങനെ കുറേ പ്രോബ്ലംസ്. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഭർത്താവിനാണെങ്കിലും എനിക്കാണെങ്കിലും ഇതല്ലാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഏത് കാലത്തും എപ്പോഴും നമുക്ക് നിൽക്കാൻ പറ്റുമോ, ജനങ്ങളുടെ കയ്യിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ചില സമയങ്ങളിൽ ഓരോരുത്തരുടെ കുത്തുവാക്കുകളും നോവിക്കലും കമൻ്റായിട്ട് കേൾക്കുമ്പോൾ തന്നെ എന്തിനാ പഠിച്ചോനെ എനിക്കിതൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ എന്ന് വരെ തോന്നിപ്പോകുന്ന നമ്മുടെ പല നിമിഷങ്ങളിലും സ്ഥിരമായിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ടാവുന്നത്. പക്ഷേ ആ ഒരു ഫർണിച്ചർ ഷോപ്പിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ച സമയത്ത് അതിന് 10-15 ലക്ഷത്തോളം വേണം, മിനിമം ഒരു 10 ലക്ഷത്തോളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ വെറും 1 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് വല്ലാത്തൊരു പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചാനലായിരുന്നു ആ സമയത്ത്. ഈ 3 ചാനലിലേക്കും ഓടി നടന്ന്, അതായത് വീട്ടിലെ മക്കളെ നോക്കണം, മക്കളെ നോക്കണോടൊപ്പം തന്നെ ഈ കുക്കിങ് ചെയ്യണം. സാധാരണ ഒരു കുക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന റെസിപ്പീസ് നമ്മൾ കണ്ടുപിടിച്ച് അത് ഇട്ട് അത് സക്സസ് ആവണം. അത് വീഡിയോ എടുക്കണം, വീഡിയോ എടുത്ത് ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഇങ്ങനെ ഇടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പകുതി ഇട്ടിട്ട് നിർത്തണം, എന്നിട്ട് അടുത്ത ആംഗിളിൽ നിന്ന് എടുക്കണം. കാരണം കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ വീഡിയോ മാറണം. അതേസമയം മുളക് പൊടി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് 2 ഷോട്ട് ഇടാനും പറ്റൂല. കാരണം അതന്നെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. നമുക്ക് ഈ 24 മണിക്കൂർ പോരാത്ത ഒരു പോരാട്ടം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോസ് രാവിലെ നിന്ന് രാത്രി വരെ നടക്കുന്നത് നമ്മൾ നമ്മുടെ സിലോ ടോക്സ് എന്ന് പറഞ്ഞ ചാനലിലേക്കും അതിനുശേഷം ഡിവൈൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ചാനലിലേക്ക് ടിപ്സ് കാര്യങ്ങളായിട്ടിടും. അതിനുശേഷം സ്റ്റോറി പറയുന്ന ഒരു ചാനലുണ്ടായിരുന്നു, അതിലേക്ക് സ്റ്റോറിയൊക്കെ കാണാതെ പഠിച്ച് ഹിസ്റ്ററി ഒക്കെ പഠിച്ചതിന് ശേഷം രാത്രിയൊക്കെ ഇരുന്ന് 1 മണിക്ക് 2 മണിക്കൊക്കെ വീഡിയോ ഇടും. ഇത് എനിക്ക് ഈ 24 മണിക്കൂർ തികയാതെ വന്ന ആ ഒരു സമയം എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരുപ്പിടിപ്പിക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാനും വേണ്ടിയിട്ട്, ലോണിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട്
വീഡിയോസ് ഇട്ട് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുക. കാരണം എനിക്ക് എൻ്റെ മക്കളെ വിട്ടിട്ട് പുറത്ത് പോയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത് എനിക്കറിയുന്ന കാര്യങ്ങൾ നല്ല രീതിക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് ഒരുപാട് പണിപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു ലക്ഷ്യത്തിൽ ഞാൻ എത്തി. എനിക്ക് ആ ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപ എന്നുള്ളത് ഉണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഈ എന്താ പറയുക ഫർണിച്ചർ ഷോപ്പ് ഇടാനും വേണ്ടിയിട്ട് ബാംഗ്ലൂരും അവിടെയും ഇവിടെയും ഒക്കെ യാത്ര ചെയ്ത് സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച ഓരോന്നും, അതായത് ജനങ്ങളിലേക്ക് ഈ സാധനം എത്തുന്ന സമയത്ത് വില കുറവായിട്ടും അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എത്തണം. ഒരുപാട് പൈസയുള്ള സാധനമൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് മോഹിച്ച ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് മോഹിച്ച ആൾക്കാർക്ക് വില കുറവിൽ ചെറിയ ലാഭത്തോടെ കൊടുക്കുക എന്നുള്ളത് അൽഹംദുലില്ലാഹ് അത് ഭയങ്കര വമ്പൻ ഹിറ്റായിരുന്നു. അതിന് നമുക്കൊരു ചാനലും കൂടി ഉണ്ടായിരുന്നു, സിലു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നല്ല ഹിറ്റായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷോപ്പ് ഒന്നും കൂടെ വലുതാക്കാന്ന് പറഞ്ഞിട്ട് പോണത്. നമ്മൾ സാധനം എടുത്തിരുന്നവർ പറഞ്ഞു നമ്മുടെ കച്ചവടം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളെ പാർട്ട്ണർഷിപ്പിൽ ചേർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അവരെയും കൂടെ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ വലിയൊരു ഷോപ്പ് എടുക്കുകയാണ്. പക്ഷെ അവിടെ വലിയ ചതിയാണ് നടന്നത്. ഇത് ഞാനൊന്ന് ഷോർട്ടായിട്ടെല്ലാം പറയാണ് കേട്ടോ, അവസാനം വരെയും കാണുന്നവർക്ക് മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഇങ്ങനെ അവിടെ ചതി എന്താണെന്ന് വെച്ചാൽ അവിടെ സാധനങ്ങൾ യൂസ്ഡ് പോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നടക്കൂല. കാരണം എന്നെ വിശ്വസിച്ചിട്ട് ആൾക്കാർ വാങ്ങാൻ വരുമ്പോൾ അവർക്ക് അങ്ങനത്തെ പ്രൊഡക്ട്സ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യണ്ട, അങ്ങനത്തെ ഒരു പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞോടുകൂടി ഇവർ ഓണറുമായിട്ട് സംസാരിച്ച് രാത്രിക്ക് രാത്രി ഇവരൊരു തീരുമാനത്തിലെത്താണ്. എന്നെ ഒഴിവാക്കിയതിന് ശേഷം ഈ ഞങ്ങളുടെ പാർട്ട്നേഴ്സും ഓണറും ചേർന്നിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഈ ഒരു ഫർണിച്ചർ ഷോപ്പിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് പിറ്റേ ദിവസം ഈ ഒരു സംഭവം കേട്ടതും എനിക്ക് കൈയും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി. എനിക്ക് സപ്പോർട്ടിന് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്നെ ഒഴിവാക്കുകയാണെങ്കിലും ഇപ്പം എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്നിട്ട് അവർ ചെയ്യാന്നുള്ള പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആർക്കും വേണ്ട, അങ്ങനെ ഒരു സംഭവം ആർക്കും വേണ്ട, നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന്. അങ്ങനെ അവർ എന്നെ ഒഴിവാക്കാൻ പോകണമെന്ന് അറിഞ്ഞ സമയം എൻ്റെ വീടും ഈ ഷോപ്പും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. ഞാൻ അന്ന് എനിക്ക് ഓട്ടോ പിടിക്കാനുള്ള കയ്യിൽ കാശ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് നടന്നു വരികയാണ്, റോഡിലൂടെ നടന്നു വരും. കരഞ്ഞോണ്ടേയാണ് ഈ റോഡിലൂടെ ഞാൻ നടന്നു വരുന്നത്. എനിക്ക് ഇത്രയും വലിയ ചതിവ് പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തിയ ആൾക്കാർ എന്നെ ഏതെങ്കിലും വിധത്തിൽ എന്നെ ചൂഷണം ചെയ്യുക ചതിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഈ സമയങ്ങളിലൊക്കെ തന്നെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ അത്തയാണ്, അതായത് എൻ്റെ ഉപ്പയാണ് കേട്ടോ. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി എനിക്ക് പൈസ തന്നിട്ടോ അങ്ങനെ ഒന്നല്ല. പക്ഷെ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ധൈര്യമാണ്, എനിക്ക് ഭയങ്കര എൻ്റെ ഉപ്പ ഉണ്ട്. ചിലപ്പോൾ എന്നെ തന്നെ എനിക്ക് ചെയ്തു പറയാമെങ്കിൽ പോലും എനിക്ക് എൻ്റെ അത്ത ഉണ്ട്. അങ്ങനെ ഒരു സംഭവം അത് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ഞാനത് റിയലൈസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് റോഡിലൂടെ ഞാനിങ്ങനെ നടന്ന് കരഞ്ഞോണ്ടേ വരികയാണ്. എങ്ങനെ വീടെത്തിയിട്ടും കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ തോന്നിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴത്തെയും പോലെ തന്നെ തോന്നി ഞാൻ ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുമോ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് തോന്നി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും 5ാമത് ഗർഭിണിയാണ് എന്നുള്ളത് മനസ്സിലായി. കാരണം ഒരു ഷോപ്പ് തുടങ്ങി ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഷോപ്പ് തുടങ്ങി അവിടെ പകുതിയിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. അവരാണെങ്കിലും നമ്മളെ പറ്റിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ചർച്ച കാര്യങ്ങളൊക്കെ നടന്ന് അപ്പോൾ ആ സമയത്ത് ആ ഷോപ്പിൻ്റെ ഓണർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്നും ഡെയിലി കേട്ടുകൊണ്ടിരുന്നൊരു വോയിസ് ആയിരുന്നു കരയാനും വേണ്ടിയിട്ട്. അതായത് ആ വോയിസിൽ അവർ പറയുന്നത് നിന്നെക്കൊണ്ട് സാധിക്കില്ല, കാരണം അതായത് നിൻ്റെ ഭർത്താവിനെ കൊണ്ട് ഈ കട നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല, അതിനേക്കാളും നല്ലത് അവരായിട്ട് നടത്തണം. നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇല്ല, പിന്നെ നിൻ്റെ ഭർത്താവിനെ കൊണ്ട് അത് നടത്താനുള്ള കഴിവുമില്ല. നിന്നെ കൊണ്ട് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നീ വെറും ഒരു പെണ്ണാണ്, നിന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. അന്ന് ഞാൻ ആ വോയിസ് കേട്ടിട്ട് സ്ഥിരമായിരുന്നു കാര്യമായിരുന്നു. ഒരു പെണ്ണിന് എന്ത് ജീവിക്കണ്ടേ, പെണ്ണിന് വരുമാനം ഉണ്ടാക്കണ്ടേ, നമ്മളെന്താ തൂങ്ങിച്ചാവണോ? വരുമാനമില്ലാന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ മക്കളും എങ്ങനെ ഭക്ഷണം കഴിക്കും? ഞാനൊരു പെണ്ണായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യേണ്ട, അങ്ങനെയുണ്ടോ? അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിട്ട്. പക്ഷെ അത് കുറച്ച് ചർച്ച കാര്യങ്ങളൊക്കെ ആയി. ആ ഷോപ്പിൽ തന്നെയാണ് പിന്നെ നമ്മൾ ഷോപ്പ് വീണ്ടും നടത്തി കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രോബ്ലംസ് തീർക്കണം. അതായത് എനിക്ക് മെയിനായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഏർണിങ്സ് വേണം. ഈ സമൂഹത്തിൽ അന്തസ്സോടുകൂടെ മക്കളെ വളർത്താനും അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാനും സമൂഹത്തിൽ നല്ല നിലയ്ക്ക് ജീവിക്കാനും 4 ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ വേണം. ചിലരൊക്കെ വിചാരിക്കും ഈ പൈസ ഉണ്ടാക്കുന്നത് എന്തോ വലിയൊരു തെറ്റായിട്ടുള്ള കാര്യം പോലെ ചിലർ പറയുന്നത് കേൾക്കാട്ടോ ഈ കമൻറ്റ് സെക്ഷനിൽ തന്നെ. പക്ഷെ ആ പൈസ ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു പട്ടിയുടെ വില പോലും ഈ സമൂഹത്തിൽ ആരും കണക്കാക്കില്ല. ഈ സ്നേഹം മതി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്.
അപ്പോൾ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ലൈഫിൽ അടുത്ത വലിയൊരു ട്രാജഡി സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എവിടേക്കോ എന്തൊക്കെയോ ലൂസുകൾ സംഭവിക്കുന്ന പോലെ. ഈ സമയങ്ങളിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ അപ്പം തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ അമ്മക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുമ്പോൾ എൻ്റെ ആരോഗ്യം എന്താവും. 5ാമത്തെ പ്രസവമാണ്, മോനും 2.5 അങ്ങനെ എന്തോ വയസ്സായിട്ടുള്ളൂ. അതായത് ഇവർ തമ്മിൽ 3.5 വയസ്സ് ഡിഫറൻസാണ്. എനിക്കാണെങ്കിൽ റൗണ്ട് ലിഗമെൻറ്റ് പെയിൻ ഉണ്ട്, സഹിക്കാൻ പറ്റാത്ത പെയിനാണ്. ആർക്കും ഇല്ലാത്ത പോലെ വല്ലാത്തൊരു വേദനയായിരിക്കും. തല കുത്തി നിൽക്കുന്ന പോലെ ആയാലും വേദന മാറില്ല. എന്താന്ന് പോലും അതിനൊരു പ്രതിവിധിയില്ല, സഹിക്കുക എന്നുള്ളതാണ്. 4ാം മാസം തൊട്ട് തുടങ്ങും. പിന്നെയെന്ന് പറയുമ്പോൾ എന്നെ പ്രതീക്ഷിച്ചിട്ടാണ് വീടിൻ്റെ ലോണ് കാത്തു നിൽക്കുന്നത്. കാരണം ലോണ് ഞാൻ അടയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലുള്ള ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ വീട് വിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാവുന്ന കടകൾ വിൽക്കുക, എന്നിട്ട് ഏതെങ്കിലും ചെറിയ വീട്ടിലേക്കോ അല്ലെങ്കിൽ വാടക വീട്ടിലേക്കോ പോകുക എന്നുള്ളത്. അങ്ങനെ ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു, വീട് വിൽക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത്. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ റെസ്റ്റ് ആയിരിക്കും, ഫുൾ ബെഡ് റെസ്റ്റ്, കട്ടിലൊക്കെ പൊക്കിയിട്ടൊക്കെ കിടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടി പ്രീ മെച്ചോർഡായിട്ട് പെട്ടെന്ന് പ്രസവിക്കും. അപ്പം അബോർഷൻ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം പടച്ചോൻ എന്നെ ഒരു ജീവനെ ഭൂമിയിലേക്ക്, പടച്ചോന് മാത്രം കഴിയുന്ന ഒരു സംഭവമാണ് ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളത്. ഈ ടെക്നോളജി എത്ര തന്നെ വളർന്നാലും പുതിയതായിട്ടൊരു ജീവനെ പടച്ചോൻ വിചാരിക്കാതെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് പടച്ചോൻ എന്നെ ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ തന്നിട്ട് നീ നോക്കോ അല്ലെങ്കിൽ നീ വളർത്തോ എന്ന് നോക്കട്ടെ എന്നുള്ള പോലെ പടച്ചോൻ്റെ ഒരു പരീക്ഷണമായിട്ടാണ് എനിക്കത് തോന്നിയത്. അൽഹംദുലില്ലാ, ഞാനത് 2 കൈ നീട്ടി സ്വീകരിച്ചു. ഞാൻ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ വാക്ക് കൊടുത്തു. ഈ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗർഭത്തിൻ്റെ പേരിൽ വീഡിയോസ് മുടങ്ങ്, മീൻസ് ഏണിങ്സ് മുടങ്ങ് ഒന്നും ഉണ്ടാവില്ല. നോർമലായിട്ട് എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അതിനേക്കാളും ഇരട്ടിക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളത് എന്ത് ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ കൂടെ എന്തോ ഒരു ശക്തിയുള്ള ഒരു ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെയാണ് പ്രഗ്നൻസിയുടെ ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്നെ തേടി വന്നുകൊണ്ടിരുന്നത്. ആ സമയത്തെ വീഡിയോസ് നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞിട്ട്, ഇപ്പോൾ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് വിശേഷങ്ങൾ മാത്രം പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല. ഞാൻ ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ കാണുന്നവർക്കൊരു ഗുണം കിട്ടണം, റെസിപ്പീസ് പുതിയതായിട്ട് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയിലും നമ്മൾ പുതിയതായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടത്, വിശേഷങ്ങൾ പറഞ്ഞിട്ട് മാത്രമല്ല. അപ്പോൾ ഈ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്താലേ നമുക്ക് വീഡിയോസ് ആവുള്ളൂ. വയറും താങ്ങി പിടിച്ചിട്ട് രാവിലെ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് വിളിച്ചു വിടും, പറ്റുമോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തീരെ വയ്യായികമായിരിക്കും, പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. കാരണം എൻ്റെ മുന്നിൽ ഞാൻ അന്ന് ഒരു ബുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു ഡയറി എൻ്റെ എപ്പോഴും ഉണ്ടാവും. എനിക്ക് സംഭവിക്കുന്ന എല്ലാ അനീതികളാണെങ്കിലും എനിക്ക് സംഭവിക്കുന്ന നല്ല കാര്യങ്ങളാണെങ്കിലും ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് സംഭവിക്കുന്ന അനീതികളാണ് കേട്ടോ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. എന്നിട്ട് ഒരു പേപ്പർ എടുത്തു. ആ സമയത്ത് എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഞാനൊരു കാൽക്കുലേഷൻ ഇട്ടു. അതായത് എൻ്റെ ബാലൻസ് ലോൺ എമൗണ്ട് എത്രയാണ് ഉള്ളത്. ആ ഒരു ലോൺ എമൗണ്ട് എന്ന് പറയുമ്പോൾ ആ സമയം എനിക്ക് തോന്നുന്നു 35 ലക്ഷം അങ്ങനെ എന്തോ ആണ് ബാലൻസ് ഉണ്ടായിരുന്നത്. അതുവരെയും ഓരോ മാസവും കിട്ടുന്ന കുറേ പൈസ എൻ്റെ സ്വന്തമായിട്ടുള്ള പല ആവശ്യങ്ങളും ഞാൻ മാറ്റി വെച്ചുകൊണ്ട്, ഈവൻ എനിക്ക് ഇന്നേഴ്സ് വേണമെങ്കിൽ പോലും വാങ്ങേണ്ടത് ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. ഏതെങ്കിലും പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി എൻ്റെ ആവശ്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഈ പൈസകളൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ട് 1 ലക്ഷം ആകുമ്പോൾ അത് കൊണ്ട് വേഗം കെട്ടാൻ പറയും, 2 ലക്ഷം ആകുമ്പോൾ കൊണ്ട് കെട്ടാൻ പറയും. അങ്ങനെ 35 ലക്ഷത്തോളമാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ബുക്കിൽ ഞാൻ എഴുതി. ഇതൊക്കെ ഞാൻ എന്തിനാ പറയണമെന്ന് അറിയും, നിങ്ങൾക്കും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്കതൊരു ഗുണമാവും. ഏതെങ്കിലും ഒരു രീതിയിൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഗുണമാവും. കാരണം ബുക്കുകളിൽ എഴുതി വെച്ച് എന്തെങ്കിലുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരാളുടെ ജീവിതത്തിൽ നിന്നും ഒരു കാര്യം പറയുന്ന സമയത്ത് അത് പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അങ്ങനെ ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ കണക്ക് കൂട്ടി എത്ര ദിവസത്തിൽ എനിക്കുള്ളത് 35 ലക്ഷം. ഈ 35 ലക്ഷത്തിന് 9 മാസം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. 35 ലക്ഷം ഞാൻ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 9 മാസത്തിൽ എത്ര പൈസ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ഒരു മാസം ഞാൻ എത്ര പൈസ ഉണ്ടാക്കണം, അപ്പോൾ ഒരാഴ്ചയിൽ ഞാൻ എത്ര പൈസ ഉണ്ടാക്കണം, ഒരു ദിവസത്തിന് എത്ര പൈസയാണ്, ഒരു മണിക്കൂറിന് എത്ര പൈസയാണ്. അതായത് എൻ്റെ ടൈമിന് ഞാനൊരു വാല്യൂ അവിടെ നിശ്ചയിച്ചു. ഒരു മണിക്കൂറിന് ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കിയാൽ എനിക്ക് എൻ്റെ ഈ കടം
തീർക്കാൻ പറ്റുള്ളൂ. എൻ്റെ മക്കൾക്കും എനിക്കും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ഈ ഒരു വീട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തേ മതിയാവുള്ളൂ. എനിക്ക് കുറേ വേദനകളുണ്ടാവും, എനിക്ക് കുറേ വിഷമങ്ങളുണ്ടാവും, സാമ്പത്തികമായിട്ടും ശാരീരികപരമായിട്ടും മാനസികമായിട്ടും ഭയങ്കര ഡിമോട്ടിവേഷൻസ് ഒക്കെ എനിക്കുണ്ടാവും. എല്ലാം ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ ഞാനല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഫാക്റ്റ് അംഗീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ടൈമിന് ഞാനൊരു വിലയിടുകയാണ്. അങ്ങനെ ഞാൻ വിലയിട്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ രാവിലെ എണിച്ചിട്ട് ഇക്ക വന്ന് വിളിക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് പറ്റില്ലെങ്കിലും അപ്പം ഞാൻ വിചാരിക്കും, അപ്പം ഞാൻ ലോണിനെ കുറിച്ച് ചിന്തിക്കും. പഠിച്ച റബ്ബേ, ഇപ്പം ഞാൻ എണിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു മാസം ഞാൻ ഇത്ര ലക്ഷം രൂപയാണ് ഉണ്ടാക്കേണ്ടത് 9 മാസത്തിനുള്ളിൽ എന്ന് വിചാരിച്ച് ഞാൻ എണിക്കും. ചിലപ്പോൾ വയറ് താങ്ങി പിടിച്ചിട്ട് ചിലപ്പോൾ തല കറങ്ങി വീണിട്ട് വരെയുണ്ട്. ചിലപ്പോൾ ചെയർ കൊണ്ടുവന്ന് അവിടെ ഇടും. എനിക്ക് എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെയറിൽ വേഗം പെട്ടെന്ന് ഇരിക്കും, തല ഇറങ്ങി കഴിയാം. വെള്ളം എന്തെങ്കിലും അടുത്ത് വെക്കും കുടിക്കാനാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യും. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമാണ്, ലഞ്ച് ബോക്സ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയമുണ്ട്. അപ്പം കുട്ടികളുടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ബെല്ലടിക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇത് ഷൂട്ട് ചെയ്യണം. ഇത് അവരുടെ സ്കൂളിലേക്ക് കറക്റ്റായിട്ട് ടൈമിന് നമ്മൾ കുട്ടികളുടെ ഏൽപ്പിച്ച് കൊടുക്കാൻ വേണം. ഇത്രയും കാൽക്കുലേഷൻ തലയിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ വീഡിയോ നോക്കുന്ന സമയത്ത് ആർക്കും ഇതൊന്നും മനസ്സിലാവില്ല. ഭയങ്കര ഈസി ആയിട്ട്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സിലു എങ്ങനെയാണ് സിലുയുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നായിരിക്കും വിചാരിക്കുക. എത്രയോ കമൻസ് വന്നിട്ടുണ്ട്, സിലുവിനെ പോലെ ജീവിക്കാൻ തോന്നുന്നു. ഞാൻ പറയും, വേണ്ട മോളെ, എന്നെ പോലെ എന്തായാലും ജീവിക്കണ്ട. കാരണം ഞാൻ അത്രത്തോളം ആ സമയത്ത് ആ വയറും താങ്ങി പിടിച്ചിട്ട് സ്ട്രഗിൾ അനുഭവിച്ച ഓരോ സമയങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ മാസവും കടന്നുപോയി തീരെ പറ്റാതെ ഈ റൗണ്ട് ലെഗ്മെന്റ് പെയിൻ വരുന്ന സമയത്ത് സുജൂതിൽ കിടക്കുന്ന പോലെ ചില സമയങ്ങളിൽ കിടക്കും. കാരണം വേദന ഒരിക്കലും താങ്ങാൻ പറ്റാത്ത, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എന്ത് വേദനയാണ് അത്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വേദന തരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചവനോട് ഇങ്ങനെ ചോദിക്കും, നീ എത്ര മക്കളെ തന്നിട്ട് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചില്ല റബ്ബേ, എന്നെ എന്തിനാ അങ്ങനെ വേദനിപ്പിക്കുന്നത്, കുറച്ചൊന്ന് കുറവാക്കി തന്നൂടെ, എനിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികൾ കരയൂലേ, അതുപോലെ ആയിരിക്കും ഞാൻ ഒച്ചിട്ടിട്ട് കരയും. കണ്ണിൽ നിന്ന് വെള്ളം വരൽ മാത്രമല്ല, ചിലപ്പോൾ ഒച്ചിട്ടിട്ട് കാര്യം, ചില സമയത്ത് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം മാത്രം വരുന്നുണ്ടാവും. അത്രയും വേദന. അതിൻ്റെ ഇടയിൽ പോലും എത്രയോ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തത് മീൻസ് വീഡിയോ ചെയ്യൽ മോശമായിട്ട് ആരും വിചാരിക്കരുത് കേട്ടോ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് വിചാരിക്കുക. അത് നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ ഓരോ മാസവും പൈസ വരുമ്പോൾ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇക്കാനോട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇത് കൊണ്ട് കെട്ടുമെന്ന് പറയുമ്പോൾ ചില സമയങ്ങളിലൊക്കെ പറയും, വേണ്ട സ്ഥലം എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇല്ല, ഞാൻ പഠിച്ചോന് കൊടുത്ത വാക്കാണ്. അതെ, ഞാൻ പഠിച്ചോനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പഠിച്ചോനെ എന്നെ അങ്ങോട്ട് ഞാൻ ഇഷ്ടപ്പെടാതെ വന്ന് പെട്ടതാണ് ഈ പലിശ എന്നുള്ളൊരു സംഭവത്തിൽ. അതിന് എന്നെ ശിക്ഷിക്കരുത്. എനിക്കത് എങ്ങനെയെങ്കിലും വീട്ടാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് വീട്ടാനുള്ള, ഞാൻ അധ്വാനിക്കാനും റെഡിയാണ്, ബാക്കിയെല്ലാം നീയാണ് തരേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ പഠിച്ചോന് കൊടുത്ത വാക്കാണ്, അത് വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പലിശയിൽ നിന്നും എത്രത്തോളം ഓരോ രൂപയെങ്കിലും കമ്മിയാക്കിയിട്ട് നമുക്ക് ആക്കിക്കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഈ ഓരോ പൈസകളും കുറേശ്ശായിട്ട് കൊണ്ട് ബാങ്കിൽ കിട്ടും. പിന്നെ ഒരു 42 ലക്ഷം മാത്രമല്ല കേട്ടോ നമ്മുടെ മുന്നിൽ കടമായിട്ടുണ്ടായിരുന്നത്, ഒരു 15 ലക്ഷം രൂപയുടെ ഗോൾഡും കൂടി ഉണ്ടായിരുന്നു ബാങ്കിൽ. അപ്പോൾ അത് പിന്നെ എങ്ങനെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചാണ്. ഫസ്റ്റ് വീടിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്തത്. അങ്ങനെ ഒരു ദിവസം 5 ലക്ഷം രൂപ കെട്ടാൻ പോയപ്പോൾ ബാങ്കുകാരായിട്ട് ഒരു പ്രശ്നമുണ്ട്. അവർ എന്തോ പറഞ്ഞു, അത് കെട്ടാൻ പറ്റൂല, ഇങ്ങനെ ഒന്നിച്ച് അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഫോണിൽ വിളിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ബാങ്ക് വീട് കൈക്കലാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവരെ ആത്മഹത്യ ചെയ്യിപ്പിക്കലാണോ നിങ്ങളുടെ ലക്ഷ്യം? പൈസ ഞാനല്ല അടയ്ക്കുന്നത്, അതായത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു എമൗണ്ട് കൂട്ടി അടയ്ക്കേണ്ട മാസം അടയ്ക്കേണ്ട EMIൻ്റെ എമൗണ്ട് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലാവുന്ന പൈസ അല്ലാതെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന എമൗണ്ട് കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ കൂട്ടാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്തേ, വീട് നിങ്ങൾക്ക് വേണോ, അല്ല ഞങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്യിപ്പിക്കണോ? ഒരു മനുഷ്യൻ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ആയുഷ്കാലം മുഴുവനുള്ള സമ്പാദ്യം പിന്നെ നിങ്ങളല്ലേ വാങ്ങുന്നത്. ഒരാളെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്ങനെ ചെയ്താലെന്ന് പറഞ്ഞിട്ട് അവരായിട്ട് ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ മാസവും ഈ വേദനകളും സഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് ഏറ്റവും വലിയ ആ ഒരു ചതി സംഭവിക്കുന്നത്. ഒരു ഭാഗത്തു നിന്നും ഞാൻ ഇങ്ങനെ ഓരോ കല്ലുകൾ, എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ് കേട്ടോ, ഓരോ കല്ലുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് നമ്മുടെ ഗോപുരം കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് ഈ കല്ലുകൾ ഊരി പോകുന്ന പോലൊരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത്. ചെറിയൊരു പ്രശ്നം ഉണ്ടായി, കുറേ പൈസകൾ ലോസായി, ചെറിയൊരു ചതിവിൽ പെട്ടു. ഒരാൾ എൻ്റെ ഹസ്ബൻഡിനെ ചതിക്കുകയാണ്, പൈസ ട്രേഡിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ പുറത്ത് വരാണ്. അങ്ങനെ കുറേ ഫാമിലി ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര സങ്കടം
വിഷമങ്ങളൊക്കെ ആയി. അങ്ങനെ ഫാമിലി കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ എൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഒരു കിളിക്കൂട് പോലെ കൊണ്ട് നടക്കാമെന്ന് പറയില്ല, തകരാതെ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് കൊണ്ട് നടക്കണം. വലിയ ഫാമിലി, ഈ ഒരു വലിയ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുടുംബം, കുറേ മക്കൾ എൻ്റെ കൂടെ, എനിക്ക് ചുറ്റും കുറേ മക്കൾ. എനിക്കൊരു 50 വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ മക്കൾ എനിക്ക് ചുറ്റുമുള്ളത്. അവരെനിക്കൊന്നും തരാനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട്, എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നുള്ളത് അതെന്തോ എൻ്റെ ഒരു അഡിക്ഷനായി മാറിപ്പോയി. എനിക്ക് ചെയ്യുന്നതിനേക്കാളും എന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്ക്, അത് ആരാണെങ്കിലും ശരി, എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ശരി, എൻ്റെ മക്കളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സംസാരം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കേട്ട ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിച്ചാൽ പോലും മറക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ ഏറ്റവും വലിയൊരു വിഷമമാണ് കേട്ടോ. അപ്പം ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി പറയാണ്, ഭർത്താക്കന്മാരുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരിങ്ങനെ പല സംഭവങ്ങളിലും പോയി പെടും എന്നുള്ളത്. അപ്പോൾ അത് കേട്ടതും എൻ്റെ സമനില തെറ്റൊരവസ്ഥയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു കാര്യത്തിന് എൻ്റെ ഭർത്താവിനെ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ഇതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇക്കാക്കില്ലാന്നുണ്ടെങ്കിൽ പെരുന്നാളുകൾക്ക് ഡ്രസ്സ് എടുക്കൂല, ഞാൻ ബുദ്ധിമുട്ടിക്കൂല. കാരണം എനിക്ക് വീട്ടിൽ സമാധാനപരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം. പക്ഷേ ഞാൻ അധ്വാനിക്കാം, എനിക്ക് അധ്വാനിക്കാമല്ലോ, എന്താ പ്രശ്നം? എനിക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പെണ്ണായി അധ്വാനിക്കാൻ പാടില്ലേ? പെണ്ണുങ്ങൾ പൈസ ഉണ്ടാക്കാൻ പാടില്ലേ? മക്കളെ നോക്കാൻ പാടില്ലേ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. എൻ്റേതായിട്ടുള്ള വീട്ടിലത്തെ എല്ലാ പണികളും ഞാൻ ചെയ്യുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, കുറേ മക്കളെ പ്രസവിക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ എന്ന് പറയുമ്പോൾ കുറേ മക്കളെ സൗന്ദര്യം പോകുന്ന പേടിച്ചിട്ട് പ്രസവിക്കാത്ത സ്ത്രീകളുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല, വിയോജിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കുറേ മക്കളെ പ്രസവിച്ചു, വീട് നോക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. എല്ലാം ചെയ്തിട്ടും ഞാൻ എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കി എനിക്കായിട്ട് എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാനേ നിറവേറ്റിയിട്ടുള്ളൂ. ഒരിക്കലും എൻ്റെ ഇക്കാനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അത് ഇക്കാനെ കൊണ്ട് ഏത് പാതിരാത്രിക്ക് ചോദിച്ചാലും ആൾ പറയും ഞാൻ ബുദ്ധിമുട്ടിച്ചു, ഒന്നും വാങ്ങിച്ച് ചോദിച്ചിട്ടില്ല. ഇന്നേ വരെ ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു വാക്ക് കേട്ടപ്പോൾ, അതായത് ആണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൈകൊണ്ട് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാലും അത് ഏത് രീതിക്കും ഒരു പെണ്ണിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഈ സമൂഹത്തിലുള്ള പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിനെതിരെയാണ് ഞാൻ ഈ വിഷമം എനിക്ക് പറയുന്നത്. അങ്ങനെ കേട്ട് എനിക്ക് വല്ലാത്ത എൻ്റെ മാനസിക നില തന്നെ തെറ്റുന്ന പോലെ ഞാൻ എത്രയോ കൊല്ലമായിട്ട് എന്തൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ വീട്ടിൽ കാണുന്ന ഓരോ സ്പൂൺ അടക്കം എൻ്റെ ഭർത്താവിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി രാവും പകലും ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടിലത്തെ ഓരോ സംഭവങ്ങളും ഞാൻ പറയുന്നത് എന്താണെന്ന് പറയുക, എൻ്റെ ചോരയാണ് എന്നാ പറയുക. കാരണം അതേ ചോരയാണ്, എൻ്റെ വേർപ്പാണ്, എൻ്റെ ഉറക്കമാണ്, എൻ്റെ ഭക്ഷണമാണ്. ഞാൻ അങ്ങനെ പറയാം. എന്ത് തന്നെ ആണെങ്കിലും ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കടന്നുപോയ എത്രയോ കാലഘട്ടങ്ങളുണ്ട്. പിന്നെ ഇപ്പം കാണുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് നേടിയെടുത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നുണ്ട്. രാവിലെ ആകട്ടെ അത്താനെ പോയി കാണണം, കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് 3:30-ക്ക് ശേഷമാണ് ഞാൻ പോയി കിടക്കുന്നത്. അങ്ങനെ പോയി കിടന്ന് ഉറങ്ങി. അതിനുശേഷം എപ്പോഴും, പക്ഷെ ഉറങ്ങുകയാണെങ്കിലും എപ്പോഴും എൻ്റെ മൈൻഡിൽ പല ചിന്തകളായിരിക്കും കേട്ടോ. മനസ്സ് വിട്ട് ഉറങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി. അപ്പം രാവിലെ പെട്ടെന്ന് എനിക്ക് എണീറ്റ് 7 മണി കഴിഞ്ഞിട്ടും ശരി കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം എന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 8:30 കഴിഞ്ഞു, 8:45, 9 മണി അങ്ങനെ എന്തോ ആണ്. പെട്ടെന്ന് എനിക്ക് നാത്തൂന് കോൾ ചെയ്ത് ഉടനെ അവിടെ നിന്ന് ഒരു കരച്ചിൽ സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത്. അതായത് എൻ്റെ അത്താനെ കണ്ടിട്ട് എൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പോയി പറയണം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയത്ത് അവൾ പറഞ്ഞു അത്ത എണിക്കണില്ല, സലാക്ക വേഗം ഒന്ന് ഇങ്ങോട്ട് വരുമോ, സംസാരിക്കണില്ല, എണിക്കണില്ല എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് എത്താം. ഇത് ഞാൻ എത്ര പ്രാവശ്യം ആരെടുത്ത് പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ഇമോഷണലാവും കേട്ടോ. അല്ലേ, ഇങ്ങനെ കാണിച്ച് ഭയങ്കര മോശമാക്കാൻ വേണ്ടിയിട്ടല്ല, അതെനിക്കങ്ങനെ ഞാൻ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് വീടെത്തണം എന്ന് തോന്നി. എത്രയോ ദൂരമുള്ള പോലെയായിരുന്നു. വേഗം വീട്ടിൽ പോയിട്ട് നോക്കിയ ഉടനെ തന്നെ എനിക്ക് കാണുന്നത് അതങ്ങനെ കിടക്കണം. ഞാൻ ഓടിപ്പോയിട്ട് പൾസ് നോക്കി കയ്യിൽ, പക്ഷെ കയ്യിലൊന്നും പൾസ് കിട്ടുന്നില്ല. ഇനി എൻ്റെ ടെൻഷൻ കൊണ്ട് പൾസ് കിട്ടാത്തതാണോ ഞാൻ വിചാരിച്ചു. അല്ല, അറ്റാക്ക് വന്നിട്ട് ആൾ കിടക്കിയിരിക്കും. ഓൾറെഡി 2 അറ്റാക്കോളം വന്ന ആളാണ്. അപ്പോൾ കഴുത്തിൽ തൊട്ട് നോക്കി, കഴുത്തൊക്കെ ഭയങ്കര വിറങ്ങലിച്ച പോലെ ഉണ്ടായിരുന്നു. ഞാൻ പറത്ത പോയി നമ്മളെ വിട്ടിട്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് ആയിരുന്നു. അതായത് ധൈര്യം പഠിച്ചോന്ന് തരിയിരിക്കൂലേ, അത്ത നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞു.
കണ്ണൊക്കെ തിരുമ്മി. ഇതൊക്കെ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. പെട്ടെന്ന് കാലിൻ്റെ വിരലുകൾ രണ്ടും കൂട്ടിക്കെട്ടി തലയിൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് വേഗം തുണി എടുക്കുന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ആരൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും കേൾക്കണില്ല. കുറേ നേരം അത്തനെ നോക്കിയിരുന്നു, നെറ്റിയിൽ ഉമ്മ കൊടുത്ത്. അവസാനമായിട്ടും ആദ്യമായിട്ട് എനിക്ക് അത്തനെ ഉമ്മ വയ്ക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുക, സംസാരിക്കുക. ഇത് പിന്നീട് വീഡിയോ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. അങ്ങനെ ഒരാളൊന്നല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനമായിട്ട് ഓർമ്മ വെച്ചപ്പോൾ നെറ്റിയിൽ ഉമ്മ എടുത്ത്. പിന്നെ ഫുള്ള് ആൾ കൂടി അങ്ങനെ കുറേ സംഭവം. അത്താന്ന് പറയുമ്പോൾ ഒരു പ്രസ്ഥാനമാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാനൊരു പെണ്ണ്, പ്രശ്നങ്ങൾ കുറേ ഫേസ് ചെയ്യുന്നു, 5 മക്കൾ. ഞാൻ ആ സമയത്ത് പറഞ്ഞ എന്നെ എത്തിയുമായിരുന്നു. നമ്മൾ എത്ര വയസ്സ് കഴിഞ്ഞാൽ എത്തിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത്തൻ്റെ ഈ ഒരു ഇത് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു. എനിക്ക് പാനിക് അറ്റാക്കോ അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അതെന്താ സംഭവം. രാത്രിയൊക്കെ നെഞ്ച് ഭയങ്കരമായിട്ടിടിക്കും. അത്തനി ഇല്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം. ഞാൻ എത്രത്തോളം എൻ്റെ അത്താനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. എന്നിട്ടില്ലേ, പിന്നീടുള്ള കുറേ ദിവസങ്ങൾ ഞാൻ യൂട്യൂബിൽ പോലും എൻ്റെ അത്താൻ്റെ മരണം പറയുന്നത് 15 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതുവരെ നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം എനിക്കൊരു മാനസികം പിടിച്ച പോലെ കുറേ ദിവസങ്ങൾ കടന്നു. കാരണം ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരവസ്ഥയിൽ ഒറ്റയ്ക്കായിരുന്നു ഞാനും മക്കളൊക്കെ വീട്ടിൽ. ഇവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ അമ്മാൻ്റെ കൂടെ ആയിരുന്നു. അതായത് ഒന്നും പറയാതെ നമ്മൾ പെട്ടെന്ന് പാതി വഴിയിൽ ഇട്ടിട്ട് പോയ പോലെ ഒരു അവസ്ഥ, പെരുവഴിയിലിട്ടിട്ട് പോയ പോലെ ഒരു അവസ്ഥ. എന്നിട്ടില്ലേ, അതിന് ശേഷം കുറേ ദിവസം അവിടെ തന്നെ ആയിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു, നിനക്ക് ഇനി എന്തെങ്കിലും ആവണ്ട, നിൻ്റെ മക്കൾക്ക് നീ തന്നെ വേണം, നീ മൈൻഡ് മാറ്റ്, ഡൈവേർട്ട് ചെയ്യ്, അല്ലാതെ വേറെ വഴിയില്ല നമുക്ക് എന്ന രീതിയിലേക്ക് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. കാരണം എൻ്റെ ഒരു പ്രശ്നം എന്നെ എവിടേക്കും ഇങ്ങനെ കൈ പിടിച്ച് കൂട്ടിയിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് ആരുമില്ലാത്ത ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവിട്ട പോലെ ഒരു തോന്നൽ. അങ്ങനെ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നീട് എനിക്ക് എൻ്റെ ചിന്തകളിൽ മൊത്തം ഇനി എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വേറെ ആരുമില്ല. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. പക്ഷേ എൻ്റെ കുടുംബമൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് ആ സമയത്ത് നിന്നുണ്ട് കേട്ടോ. ഞാനില്ല എന്ന് പറയാൻ പറ്റില്ല, അത് നന്ദിയേടായിപ്പോൾ. എന്നെ എല്ലാവരും എന്താ പറയുക സമാധാനിപ്പിക്കാനും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സ്വന്തം വാപ്പാനെ വിളിക്കുന്ന പോലെ ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് അപ്പം എനിക്ക് തോന്നി ഇനി ഞാൻ സ്ട്രോങ് ആവണം, ഞാൻ എത്രത്തോളം വീക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം എൻ്റെ അത്തയാണ് എൻ്റെ എല്ലാ സ്ട്രെങ്ത്തും. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിലും എല്ലാറ്റിനും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അത്തയാണെന്ന് മനസ്സിലാക്കിയ ആ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നി ഞാൻ ഇനി സ്ട്രോങ് ആവണം, എനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ഇത്രയും കാലം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചു, പക്ഷെ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് തോന്നി ആ ഒരു സമയത്ത് ഞാൻ തീരുമാനിച്ച് എനിക്ക് എന്തെങ്കിലും പഠിച്ചൊരു ജോലിയാവണം. യൂട്യൂബൊന്നും എന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, വരുമാനം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. എനിക്ക് അന്തസ്സോട് കൂടിയിട്ട് ഈ സമൂഹത്തിൽ ഒരു പെണ്ണായിക്കൊണ്ട് എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കണം. പല മേഖലയിലും ഞാൻ നോക്കിയിട്ടുണ്ട്. നീ ഒരു പെണ്ണാണ്. ഇപ്പം ഞാൻ സോഷ്യൽ വർക്കറായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോരുത്തർ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ ആണുങ്ങളുണ്ട്, നീ എന്തിനാണ് ചെയ്യുന്നത്, നീ വെറും ഒരു പെണ്ണാണ്, നീ പ്രസവിക്കാനും കുട്ടികളെ നോക്കാനും ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും മാത്രമുള്ളവളാണ് ഇതാക്കിയ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചില സമയം വെറുത്ത് പോയിട്ടുണ്ട്. പിന്നെ അത്ത മരിച്ചപ്പോഴാണ് ഒരുപാട് പേര് ഇങ്ങനെ അത്ത ഒരുപാട് ഭക്ഷണ സാധനങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരാളാണ്. എല്ലാ മാസവും 150ഓളം ഫാമിലിക്ക്. ഇപ്പോൾ അവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു വന്ന സമയത്ത് എനിക്ക് തോന്നി ഇനി എൻ്റെ അത്തക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതേപോലെ ആഗ്രഹിച്ച പോലെ കുറേ ഫാമിലിക്ക് നമ്മളത് ഫുഡ് അങ്ങനെ എത്തിച്ചു കൊടുത്തു. പക്ഷേ ഇത് ലീഗലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, പിന്നീട് എൻ്റെ കുടുംബജീവിതത്തിനൊന്നും ബാധിക്കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മളതൊരു ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് ഇപ്പോൾ അൽഹംദുലില്ലാ ദയാലയം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പാവങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷണ സാധനം, അതുപോലെ തയ്യൽ അറിയുന്നവർക്ക് തയ്യലും, പിന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ, അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ട് പോകുമ്പോഴും എനിക്ക് എന്തൊക്കെയോ ഒരു നഷ്ടബോധം, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴും ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എനിക്ക് നല്ലൊരു ജോലി വേണം,
വേറെ ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ജോലി വേണമെന്ന് തീരുമാനിക്കുമ്പോൾ ആ ജോലി എനിക്കൊരു ആയുധമായിരിക്കണം. ഈ സമൂഹത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നീ അതിന് കൊള്ളൂല, ഇതിന് കൊള്ളൂല എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ആയുധം പോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് തീരുമാനിച്ച സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോയി പറയുകയാണ്, എനിക്ക് 3 വർഷം എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ഒരു 3 വർഷം എനിക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു 3 വർഷം ഞാൻ എടുക്കട്ടെ, എനിക്ക് നിങ്ങൾ തന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഞാൻ അനുവാദം ചോദിക്കുന്നതല്ല, പിടിച്ചു പറിക്കുകയായിരുന്നു ആ ഒരു 3 വർഷം. ആ ഒരു 3 വർഷം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തരണം, തന്നേ മതിയാവുള്ളൂ. വേറെ ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട. ഇത് പറയാനുള്ള ധൈര്യം എനിക്ക് എവിടെ നിന്നാണ് വന്നത് എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഫിനാൻഷ്യലി നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. നമുക്ക് പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് സ്വാതന്ത്ര്യം വേണം. അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. അതെന്നെ ജീവിതം, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പൈസ വരുന്നുണ്ടെങ്കിലും ആ ജീവിതം നീ പോയി എടുത്തോട്ടാ, ആ ജീവിതമാണ് എന്നെ പഠിപ്പിച്ചത്. അതായത് എന്നെ അങ്ങനെ ഒരു ധൈര്യമുള്ള ഒരാളാക്കി എൻ്റെ സിറ്റുവേഷൻസ് ആണ് എന്നെ അങ്ങനെ മാറ്റിയത്. എൻ്റെ പൈസ എനിക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ളത്. അതുവരെയും ഞാൻ ഭയങ്കര കാമൻ ക്വൈറ്റ് ആയിട്ട് അയ്യോ പാവം എന്ന പേരുള്ള ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ പോയി ചോദിക്കാറ്, എനിക്ക് വേറെ ഒന്നും സഹായം ആരെയും വേണ്ട, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു 3 വർഷം ഞാനിങ്ങനെ എടുക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സൈക്കോളജി, BSc സൈക്കോളജി അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പേപ്പർ, പ്രാക്ടിക്കൽ പേപ്പർ മാത്രം എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നത്. അത് വന്നിട്ട് UGC അപ്രൂവ്ഡ് അല്ലാതെ അറിഞ്ഞതോടുകൂടെ ഞാൻ അതിൽ നിന്നും പിന്മാറിയതാണ്. അപ്പോൾ ഈ പേപ്പർ എഴുതാനും അധികം ദിവസങ്ങളൊന്നും വേണ്ട, സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, ഓക്കെ അടുത്ത എൻ്റെ ഒരു ഡിഗ്രി എടുക്കണം, അതിന് എനിക്ക് 3 വർഷം മതി, ഈ ഒരു സംഭവത്തിന് മറ്റേ ഡിഗ്രി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് വലിയ ചതി അവിടെയും പറ്റിയത്. ഇങ്ങനെയൊന്നും ആരും ചതിക്കരുത് യൂണിവേഴ്സിറ്റികളല്ലാതെ. ഞാൻ എന്താ പറയുക, അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു കോഴ്സിന് BSc സൈക്കോളജിക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടില്ല, UGC അപ്രൂവ്ഡ് അല്ല എന്നുള്ളത് ആ വലിയ സത്യം അവിടെയും വന്നു. ഇക്വലൻസി കിട്ടൂല എന്നുള്ളത് മനസ്സിലാവാണ്. BA എടുക്കുകയാണെങ്കിൽ പോലും കിട്ടുമായിരുന്നു എന്നുള്ളത്. പിന്നീട് എൻ്റെ മുന്നിൽ 5 വർഷം പഠിക്കണം. എങ്ങനെ സാധിക്കും? അതും റെഗുലറായിട്ട് പോയിട്ട്, ഒരു നോർമൽ ഡിസ്റ്റൻസ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. റെഗുലറായിട്ട് 5 വർഷം എങ്ങനെ ഈ മക്കളെയൊക്കെ വിട്ടിട്ട് പോയി പഠിക്കും? കൂടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അത് വീഡിയോ ആക്കണം, അത് എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം, പ്രൊമോഷൻസ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ഫാമിലി നല്ല രീതിക്ക് റൺ ചെയ്ത് കൊണ്ടുപോകണം. വലിയൊരു ബാധ്യതയാണ് എൻ്റെ തലേൻ്റെ പുറത്തുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ എനിക്ക് മാനസികമായിട്ട് നമ്മൾ തളരാന്ന് പറയില്ലേ, ഡിപ്രഷൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക്. പക്ഷേ ഇതൊന്നും തന്നെ ഹേസ് അവിടെ നിന്ന് മാറിക്കോ, ഇതൊന്നും തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ നോർമലായിട്ടുള്ള വീഡിയോസ് വരും, പക്ഷെ എൻ്റെ അത്ത മരിച്ചതിന് ശേഷം എൻ്റെ നോർമലായിട്ടുള്ളൊരു സംസാരമോ എൻ്റെ വീഡിയോസിൽ മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കടം കഴിക്കുന്ന രീതിക്ക് എനിക്ക് സാധാരണ പോലെ സംസാരിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനല്ലാതെ ആയി മാറിയ കുറേ ദിവസങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് എനിക്ക് തോന്നണം, അതിനും വേണ്ടിയിട്ടുള്ള ഓട്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷനിലേക്കാണ് പിന്നെ അങ്ങോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. എന്നെ കൊണ്ടൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വെറും വേസ്റ്റാണ്. അതായത് നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ തോന്നുകയല്ലേ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നും ഞാൻ മരിക്കാൻ പോവാണ്, എന്നെ കൊണ്ട് ഞാൻ ഒന്നും പറ്റൂല, ഞാൻ വെറും വേസ്റ്റ്. ഇത് തന്നെയായിരുന്നു ഫുൾ ടൈം, ഈ ചിന്ത തന്നെയായിരുന്നു. കാരണം എനിക്ക് 5 വർഷത്തെ കോഴ്സ് പഠിക്കണം, അത് 3 വർഷമാണെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ മോഹിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 3 വർഷമാണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീക്കുക, കുട്ടികൾക്ക് ഫുഡാക്കുക, അത് വീഡിയോ ചെയ്യുക. കുറച്ചും കൂടെ ഇപ്പം നമ്മൾ 5 മണിക്ക് എണീക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 4 മണിക്ക് എണീക്കേണ്ടി വരും. ഹേസ് അവിടെ നിന്ന് മാറിക്കും, ബാക്കിൽ നിന്ന് മാറിക്കും, നീ എന്തെങ്കിലും കുഴപ്പം കാണിക്കും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് 5 വർഷം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു, ഇല്ല സെല്ലാം നിന്നെക്കൊണ്ട് നടക്കൂല, നിന്നെക്കൊണ്ട് ഒരിക്കലും നടക്കൂല, പൈസയും പോവും, കുറേ വേസ്റ്റ് ആവും, പിന്നെ നീ വെറുതെ ഇരുന്ന് കരയും, അതുകൊണ്ട് നിന്നെക്കൊണ്ട് പറ്റില്ല, നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, പഠിക്കണ്ട, നമുക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി എന്നായി. പക്ഷേ ഞാനൊരൊറ്റ ഇതിലായിരുന്നു, ഇല്ല എനിക്ക് പഠിക്കണം, ഇനിയും എനിക്ക് ലേറ്റ് ആക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ ഓൾറെഡി ഞാൻ ലേറ്റായി എന്നുള്ളത് ഞാനിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എനിക്കിങ്ങനെ ടെൻഷൻ കയറുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. ഇവരാരും ഇല്ലാത്ത സമയത്ത് ഒച്ചിട്ട് ഞാനിങ്ങനെ കരയും, അല്ലാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കോളേജിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു 5 വർഷം എടുക്കാം. അതായത് എന്താണ് ഞാൻ എടുക്കാൻ പോണതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പഠിക്കുന്ന ഒരു സംഭവം എൻ്റെ വെപ്പണായിരിക്കണം, എൻ്റെ ആയുധമായിരിക്കണം. എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനുള്ള ഒരു ആയുധവും എനിക്കുള്ള ഏണിങ്സും ആയിരിക്കണം ഞാൻ ഇനി പഠിക്കാൻ പോകുന്ന കോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പൊക്കെ എടുത്തിട്ട്
പോയിട്ട് LLB ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ആ ആഗ്രഹം എപ്പോഴും എൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ 21-22 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ആഗ്രഹത്തിലേക്കാണ് ഞാൻ ചാടിപ്പോകുന്നത്. എൻ്റെ LLB, അതായത് സെൽഹ ബീഗം, അഡ്വക്കേറ്റ് സെൽഹ ബീഗം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്കാണ് ഞാൻ എയിം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വലിയ ചതിയല്ലേ സംഭവിച്ചു. ഇനി 5 വർഷം എന്നുള്ളത് നടക്കൂല. ഹസ്ബൻഡും പറഞ്ഞു വേണ്ട, നടക്കൂല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും സപ്പോർട്ടല്ല ഇവിടെ വേണ്ടത്. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഇപ്പം എല്ലാവരും പറയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, ഞങ്ങൾക്ക് സപ്പോർട്ടില്ല എന്നൊക്കെ പറയും. എന്താണ് ഈ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം ആരെങ്കിലും തരേണ്ടതാണോ? അത് നമ്മുടെ കൈകൾക്കുള്ളിലാണ്. അത് നിങ്ങൾ എന്നാണോ തിരിച്ചറിയുന്നത് അന്ന് നിങ്ങൾ വിജയിക്കും. ആരെങ്കിലും തന്നിട്ട് വാങ്ങണം എന്നില്ല. സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങുന്ന നിമിഷം ഒരുപാട് എതിർപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് ചുറ്റിനുണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഇറങ്ങണം. പക്ഷെ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള മടിയും കാര്യങ്ങളും കൊണ്ടാണ് എല്ലാവരും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അതിൽ നിന്നും പുറത്തു വരാനും വേണ്ടിയിട്ടുള്ള ആ ഒരു പാടുപെടലായിരുന്നു. ഒരു 2-3 മാസക്കാലം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അത്താനെ കുറിച്ച് ചിന്തിക്കും. എൻ്റെ അത്ത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെയായിരിക്കും. പക്ഷെ അത്ത ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും അതങ്ങനെ ചെയ്യലമ്മ. മിക്കവാറും ചിലപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് അവസാനം കോളേജിൽ പോയിട്ട് ഈ കോളേജിൽ സംഭവമൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കോളേജിൽ പോയിട്ട് എവിടെയെന്ന് വെച്ചാൽ നെഹ്റു കോളേജിലാണ്, ലോ അക്കാഡമിയിലാണ് നമ്മൾ ചേരാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പോയപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ ഡെസ്പായിട്ട് മൂഡ് ഓഫായിട്ട് തിരിച്ചു വന്നു. പിന്നെ കുറേ ദിവസം ഡിപ്രഷനും കാര്യങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അതിന് ശേഷം റാനക്കുട്ടി എപ്പോഴും പറയും അമ്മി ഇപ്പോൾ തീരുമാനിച്ചു, ഇത് കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ് വീണ്ടും അമ്മി പറയും അന്നേ ചേരായിരുന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയരുത് എന്നുള്ളത്. ശരിയാണ്. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ബോഡിയുടെ പാർട്സാണ്. എൻ്റെ വയറിനകത്ത് ഒട്ടിക്കടന്ന, എന്നിൽ നിന്നും ബ്ലഡ് സ്വീകരിച്ച് വളർന്ന എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് മക്കൾ. ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എൻ്റെയാണ്, എൻ്റെ കൈയും കാലും പോലെയാണ് നിങ്ങൾ. എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ആക്കല്ല, സൗണ്ട് വരുന്നു. അപ്പം ജസ്റ്റ് എന്നിൽ നിന്ന് അവർ പുറത്ത് വന്നിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു പേരും പറഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹം കുഴിച്ചു മൂടേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമ്മുടെ മടിയാണ് ഇതൊന്നും ചെയ്യാതെ വിടാതിരിക്കുന്നത്. അപ്പം റാനക്കുട്ടി പറഞ്ഞ പോലെ ഞാൻ ചിന്തിച്ചു, ശരിയാണ്, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ ഇനിയും പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ ഇനി അങ്ങോട്ടാണ് ശരിക്കും ഞാൻ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വിജയിച്ചു വന്ന് കഥ പറയുന്ന ഒരാളല്ല, വിജയിക്കാൻ വേണ്ടിയിട്ട് കഥ പറയുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി അങ്ങോട്ട് എന്ത് തന്നെ വന്നാലും നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചാൽ വീണ്ടും രാത്രിയൊക്കെ ഡിപ്രഷൻ അടിക്കും, അസുഖങ്ങൾ വരും. ഒന്ന് പുറത്തു പോയാൽ എനിക്ക് ശരിക്കും നിൽക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം. ചെയർ അവിടെ, എൻ്റെ കണ്ണുകൾ എപ്പോഴും ചെയറും തപ്പം, എനിക്ക് നിൽക്കാൻ പറ്റില്ല ഒരുപാട് നേരം. എനിക്കിങ്ങനെ കുഴഞ്ഞു പോവുകയാണ്. കാരണം കുറേ കൊല്ലമായിട്ട് വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് പുറത്തും പോകാതെ വൈറ്റമിൻ ഡിൻ്റെ ഒരുപാട് ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഹേസ് അവിടെ നിന്ന് മാറുമാ. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അപ്പം BBA LLB BCom LLB ആണ് ഉള്ളത്. ഇപ്പം ഞാനിതിൽ ചൂസ് ചെയ്യുന്നത് BBA LLB ആണ്. എനിക്ക് BA LLB ആണ് വേണ്ടത്. പക്ഷേ ഈ കോളേജിൽ അതില്ല, തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓക്കെ BBA ബെറ്ററാണ്. കാരണം BCom എന്ന് പറഞ്ഞാൽ മാത്സ് ഭയങ്കര ശത്രുവാണ് എനിക്ക്. അപ്പോൾ BCom LLB എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. അങ്ങനെ കുറേ ദിവസമായിട്ടും ഇവർ വിളിച്ചിട്ടും ഞാൻ അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യില്ല. കാരണം എൻ്റെ ഈ പേടി കാരണം നിരന്തരം ഡീമോട്ടിവേഷൻസ് കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാൻ അവസാനം ഒരു ദിവസം സാറിനെ വിളിച്ച് സംസാരിച്ചത്, സാറ് പറഞ്ഞു BBA LLB കഴിഞ്ഞിട്ടുണ്ട് മോളെ, BCom LLB മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും ഞാനവിടെ ഉടനെ എണീക്കുക എന്ന് പറയില്ല എന്ന പോലെ, അയ്യോ സാറേ എനിക്ക് പറ്റൂല, എനിക്ക് BBA LLB തന്നെ വേണം, BCom എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല, ഞാൻ സാർക്ക് നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു. ശരി നിങ്ങളെന്നാൽ നാളെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ആലോചിക്കാമല്ലേ സാറേ, എനിക്ക് എന്തായാലും BBA LLB എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറ് ശരി നാളെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ വേണ്ട, ഇന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ച് നമ്മൾ ഈ പെട്ടെന്ന് ഇറങ്ങിപ്പോയി സാറടുത്ത് പോയി സംസാരിച്ച് സീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിനേക്കാളും വലിയൊരു സംഭവം ഉണ്ട്. എൻ്റെ മോന് സുഖമില്ലാണ്ട് ഹയാനി. അങ്ങനെ ഞാൻ അവനെ ഡെസ്പായി വീണ്ടും എൻ്റെ റബ്ബേ ഞാൻ എന്താ ചെയ്യുക, പരീക്ഷണങ്ങൾ നിർത്താതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ തലയിൽ നിന്ന് ഇത് വിട്ടു. ഇനി ഞാൻ ക്ലാസ്സിൽ പോകുന്ന കാര്യങ്ങളോ ഒന്നും, അതായത് ഞാൻ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ എൻ്റെ മൈൻഡിലേക്ക് എടുക്കുന്നില്ല. പോണ പോലെ പോട്ടെ, ലൈഫ് പോണ പോലെ ഇപ്പോൾ പോട്ടെ, ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ രീതിക്ക് പഠിച്ചോനായുള്ള സ്ട്രെങ്ത് എനിക്ക് തരും എന്ന് തീരുമാനിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് 5 മക്കളെയും കൊണ്ട് ഒരു LLB സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ഞാൻ എന്തിനത് പറയണമെന്നറിയോ, എത്രയോ പേര് എന്തൊക്കെയോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അവനവൻ്റെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ടായിട്ടും നേടിയെടുക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്.
പക്ഷേ അതെന്തിനാടോ? കുറേ കഴിഞ്ഞാൽ നമുക്കൊന്നും ആരും കൊണ്ട് സർട്ടിഫിക്കറ്റ് തരില്ല. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും സന്തോഷപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ എത്രയോ കൊല്ലം ജീവിച്ചിട്ടും ഒരു കാര്യമില്ല. അവരാരും വന്നിട്ട് നമുക്ക് കപ്പ് തരൂല, നീ ഒരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ നീ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ആരും ഒന്നും കൊണ്ടൊന്നും തരൂല. അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ആർക്കൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടും എനിക്കങ്ങനെ സർട്ടിഫിക്കറ്റ്, ഒരു നല്ല പേരൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണെന്നറിയോ? ജനങ്ങൾ എന്നെ അത്രയും അംഗീകരിച്ച് സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ, അല്ലെങ്കിൽ മകളെ പോലെ, ഉമ്മാനെ പോലെ, ഇത്താത്താനായിട്ട് അങ്ങനെയൊക്കെ എന്നെ കണക്കാക്കിയിട്ട് ഓരോ സൂപ്പർ മാളിലാണെങ്കിലും കല്യാണങ്ങൾക്കാണെങ്കിലും എവിടെ എന്നെ കണ്ടാലും ഉമ്മമാരുടെ പ്രായമുള്ളവർ ഓടി ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവരിങ്ങനെ കണ്ണിന് ഇങ്ങനെ വിളമ്പിന് എന്നെയും കൂടെ കരയിക്കും. എത്രയോ പെൺകുട്ടികൾ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എത്രയോ മാറ്റം ഇത്താൻ്റെ സ്റ്റോറികൾ കേട്ടിട്ട്, ഇത്താൻ്റെ വീഡിയോസ് കേട്ടിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റും ഞാൻ ഈ ഭൂമിയിൽ നിന്നും നേടിയ ഏറ്റവും വലിയൊരു സംഭവം. എൻ്റെ അത്ത മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു, ഇങ്ങനൊരു ഇതില്ലെങ്കിൽ എൻ്റെ മകൾ എന്ത് ചെയ്യായിരുന്നു? ഇത്രയും ജനങ്ങളുടെ റബ്ബ് നിനക്ക് തന്നത് അതെന്തോ ഒരു വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും പറയും അത്ത. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു സന്തോഷം ഇത്രയും ദിവസം ഞാൻ മറച്ചു വെച്ചതെന്നാന്ന് വെച്ചാൽ, ഞാൻ എന്ത് കാര്യം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ കുറേ മാറിയിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ പുറത്ത് പറയില്ല. ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരും, എനിക്കറിയാം. വലിയ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്കുണ്ടാവും. എല്ലാം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിനെ ഒരു ഫൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക. അല്ലാതെ എന്നെക്കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് മടികാരനാണ്. ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങുക. നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ നമുക്ക് ചെയ്യാൻ എന്താ പ്രശ്നം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫിനാൻഷ്യലിയും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, വേറൊന്നും കൊണ്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ആണുങ്ങളെ കുറ്റം പറയും. എന്തിനാണ് ആണുങ്ങളെ കുറ്റം പറയുന്നത്? ആ പാവങ്ങളെ ആണുങ്ങളെ കുറ്റം പറയണ്ട. നമുക്കൊരു കാര്യം ചെയ്താൽ മതി. എൻ്റെ ഇക്ക എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇക്ക എനിക്ക് ഫിനാൻഷ്യലി ഒന്നും തരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. എന്തേ? ആണുങ്ങൾക്കുള്ള പോലെ 2 കൈ, 2 കാല്, 2 കണ്ണ്, ശ്വസിക്കാൻ മൂക്ക്, സംസാരിക്കാൻ വായ, ചിന്തിക്കാൻ ബുദ്ധി, മൂള തന്നിട്ടില്ലേ അല്ല? അതുപയോഗിച്ച് ഏർണിങ്സ് ഉണ്ടാക്കണം, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കുക, നല്ലൊരു ജോലി ഉണ്ടാക്കുക. പറ്റൂലേ? പറ്റും. പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നറിയോ? വരാൻ പോകുന്ന കോൺസിക്വൻസസ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മടി പിടിച്ചിട്ട് നമ്മൾ വേണ്ടാന്ന് പറയാണ്. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനെല്ലാം തികഞ്ഞ ഒരാളൊന്നുമല്ല. ഇപ്പോഴും ഒരുപാട് പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ തെണ്ടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് പോലും എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇന്നലെ രാത്രി പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജീവിതമാണ്, പ്രോബ്ലംസ് വരും. എപ്പോഴും സന്തോഷിച്ചിട്ടേ ഇരുന്നാൽ നടക്കുമോ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, ജീവിതത്തിൽ പൊരുതാനും വേണ്ടിയിട്ട് ഇറങ്ങുക. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും കത്തി എരിയണം. എങ്കിലേ പിന്നീട് നമുക്ക് പ്രകാശിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും സൈലൻ്റായിട്ട് ഇരുന്നിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടും, അതായത് പാരൻസിൻ്റെ കയ്യിൽ പൈസ ഉള്ളവരൊഴികെ നേരം ഭക്ഷണം കഴിച്ച് നേരം ഉറങ്ങി സമാധാനത്തോടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നേടിയതായിട്ട് എന്തെങ്കിലും ചരിത്രം ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ. സോ ഞാൻ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. 5 മക്കളെയും വെച്ച് രാവിലെ എണീച്ച് അവർക്ക് 4 മണിക്ക് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി ഇനി ഞങ്ങളുടെ ജീവിതം വേറെ ലെവലിലേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ 7 മണിക്ക് ഞാൻ ഇറങ്ങണം. കാരണം എൻ്റെ കോളേജ് ഇവിടുന്ന് 1 മണിക്കൂർ ട്രാവൽ ചെയ്യണം. 1 മണിക്കൂറല്ല 1.5 മണിക്കൂറോളം കോളേജ് ബസ്സാണെങ്കിൽ. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴെങ്കിലും ഞാൻ ഇറങ്ങണം ഫസ്റ്റ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഈ മക്കൾക്കൊക്കെയുള്ള നമ്മളെ ലഞ്ച് ബോക്സ്, വിധമായിട്ടുള്ള ലഞ്ച് ബോക്സുള്ള എല്ലാ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ച് വിളമ്പി പാക്ക് ചെയ്ത് എനിക്കുള്ള ടിഫിൻ ബോക്സും ആക്കി പോകണം. ബാക്കി മക്കൾക്കെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ഇറങ്ങണം. അതിനുശേഷം മക്കൾ ഇറങ്ങും. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വരും. ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഞാനായിരിക്കും. അപ്പോൾ ഭയങ്കര പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് തുടർന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എത്ര കാലം ഞാൻ യൂട്യൂബിൽ കാണും, എങ്ങനെ എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ കൂടെ വന്നോ. നിങ്ങൾക്ക് ജീവിതത്തിൽ
പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണണം, ഇവളെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നു. ഇനി അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാം. ബാക്കിയൊക്കെ പഠിച്ചതിൻ്റെ കയ്യിൽ തകിടം മറിഞ്ഞൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ആ സ്വപ്നത്തിലേക്കാണ് ഞാൻ ഈ ബുദ്ധിമുട്ടുന്നത്. ഇതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും കാലം മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കും മറ്റുള്ളവരുടെ സുഖങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ദിവസവും സമയവും എൻ്റെ ചോരയും എൻ്റെ ഉറക്കവും ഭക്ഷണം എല്ലാം ഉപേക്ഷിച്ചപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ബുദ്ധിമുട്ടാൻ പോകുന്നത് എൻ്റെയും കൂടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറയുക അറിയില്ല, ബാക്കിയൊക്കെ വരുന്ന പോലെ കാണും. അങ്ങോട്ട് നമ്മളെങ്ങനെയാണ് കോളേജ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്തത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇനി അങ്ങോട്ട് നമ്മുടെ വ്ളോഗ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു നോർമൽ ഒരു ലേഡിയുടെ ജീവിതം പോലെ ആയിരിക്കില്ല എൻ്റെ ലൈഫ് ഇനി മുന്നോട്ട് പോകുന്നത്. ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിൽ നിങ്ങൾ ഒരുപാട് പേരുടെ ദുആയും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി എനിക്ക് പ്രശ്നങ്ങളില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി എനിക്ക് എൻ്റെ പഠനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതുവരെയും ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സ്വാതന്ത്ര്യവും എനിക്കിപ്പോൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കോഴ്സ് പോലും ചൂസ് ചെയ്യാനും ഈ കോളേജിലേക്ക് പോകാൻ പോലും എന്നെ കൊണ്ട് പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പേരോട് ഞാൻ കെഞ്ചണം, എന്തൊക്കെ ഞാൻ ചോദിക്കണം. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. ജീവിതം എന്നെ ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര വീക്കായിട്ട് ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് കരഞ്ഞു മുക്കിൽ മാത്രമേ ഇരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അൽഹംദുലില്ലാ എത്രയോ മടങ്ങിരട്ടി ഞാൻ സ്ട്രോങ് ആയിട്ടുണ്ട്. ആ സ്ട്രോങ് ആവാനുള്ള മെയിൻ കാരണം എനിക്ക് വന്ന പ്രോബ്ലംസാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രോബ്ലംസ് വരുന്നത് ഭയങ്കര പഠിച്ചോൻ്റെ പരീക്ഷണമാണോ, പഠിച്ചോൻ്റെ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അല്ല, നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രോബ്ലംസേ തരുന്നത്. നമ്മൾ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് തരുന്നത്. സോ പ്രോബ്ലംസ് വരുമ്പോൾ വിചാരിക്കുക എന്തോ ഒരു നന്മ പഠിച്ചോനെ എനിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പേരുടെ മുമ്പിൽ ആ ഒരു ADV ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഒന്നറിയില്ല. യാതൊരു ടച്ചും എനിക്കില്ല. ക്ലാസ്സിലേക്ക് പോയിരിക്കുന്ന സമയത്തെല്ലാം ചെറിയ ചെറിയ കുട്ടികളായിരിക്കും. അവരുടെ കൂടെ പിടിച്ച് നിൽക്കണം കട്ടക്ക്. എങ്ങനെയൊന്നും ഒന്നും അറിയില്ല. നിങ്ങളുടെ ദുആ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.